മോർണിംഗ്. ഞാൻ എഴുന്നേറ്റ് കേട്ടോ. സമയം ഇപ്പോൾ 7:40. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ താർപ്പായിടാം കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി പാടും. മഴ നന്നായിട്ടുണ്ട്, പിന്നെ താർപ്പായിട്ട് നടക്കില്ല. ഡെലിവറി പോയിന്റിൽ നിന്ന് ചിലപ്പോൾ പ്രശ്നമാക്കാൻ സാധ്യതയുണ്ട് മഴ താർപ്പായിട്ടില്ലെങ്കിൽ. ഓക്കെ, അങ്ങനെ ഞാൻ താർപ്പായൊക്കെ പൊത്തി കേട്ടോ. താർപ്പായൊക്കെ പൊത്തി ഇനി ഒന്ന് ഫുഡ് കഴിക്കണം. ഞാനിവിടെ ഈ സ്ഥലത്ത് വണ്ടി നിർത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നേ. ടോയ്ലറ്റ് യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വണ്ടി നിർത്തുന്നത്. അപ്പോൾ ടോയ്ലറ്റിൽ വെള്ളമില്ല, അതുകൊണ്ട് ക്ലോസ്ഡ് ആണ് എന്ന് പറഞ്ഞു. നമുക്ക് പോകുന്ന വഴിക്ക് വേറെ എവിടെയെങ്കിലും പെട്രോൾ പമ്പിലോ അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ടി വരും. ഒന്ന് കുളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവിടെ ഏതെങ്കിലും ധാബയോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കയറിയിട്ട് ഇങ്ങനെ കുളിക്കും. എനിക്ക് തുണിയും വാഷ് ചെയ്യാനുണ്ട്. കുളി ഭയങ്കര പ്രശ്നം കേട്ടോ. അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കണം. വെള്ളം കൊണ്ടുവച്ചിട്ട് വെള്ളം ബക്കറ്റിൽ പിടിച്ച് വെച്ചിട്ട് ഇവിടുന്ന് തന്നെ വണ്ടിയിട്ട് തന്നെ കുളിക്കുന്ന രീതി അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ടി വരും മുതൽ. ഇല്ലാണ്ട് നടക്കില്ല, ഇത് ശരിയാണില്ല. എനിക്ക് തന്നെ എന്നെക്കുറിച്ച് ഞാൻ ഇത്രയും ദിവസം 2 ദിവസമൊക്കെ കുളിക്കാണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് തന്നെ എന്നോട് എന്തോ ഭയങ്കര നെഗറ്റീവ് തോന്നുന്നു. അവിടെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ. ചായ കുടിച്ചു, ഒരു വടയും തിന്നു. ഫുള്ള് ഈച്ചയാണ് അവിടെ. നമുക്ക് കുറേ അങ്ങോട്ടേക്ക് എത്തിയിട്ട് എന്നാലും ഒരു 10-50 കിലോമീറ്റർ കവർ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാം. എവിടെയെങ്കിലും ടോയ്ലറ്റ് ഉണ്ടോ നോക്കാം. കുളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുളിക്കാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് വിടാം. 368 കിലോമീറ്റർ എങ്ങാണ്ടാണ് ഉള്ളത്, ബാംഗ്ലൂരേക്കാണ്. വഴി എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം. നോക്കി പോവാം, മാപ്പ് നോക്കിയിട്ട് പോവാം. ഇവിടെ മുന്നിലിരിക്കുന്ന ചെക്ക് പോസ്റ്റിൽ ഒരു 50 രൂപ കൊടുത്തിട്ടുണ്ടോ. പോലീസുകാരെന്നല്ല വാങ്ങണേ, പോലീസുകാർ ഏജൻസിനെ വെച്ചിട്ടല്ല പൈസ വാങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ പോകുമ്പോൾ തന്നെ പിറകോട്ടേക്ക് വിളിക്കുക, എന്നിട്ട് അവരങ്ങ് പൈസ വാങ്ങുക. നൈസല്ലേ പരിപാടി. ഇതാട്ടോ ഇന്നത്തെ എൻ്റെ ഭക്ഷണം. ഓറിയോ, ബോർബണ്, ഒരു ബന്ന്, ഇതാണ് ഭക്ഷണം. ഇനി നമുക്ക് ഈ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് പോകാം കേട്ടോ. വയ്ക്കാൻ ഈ ചെയിൻ ലൂസായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മനസ്സിലാകുന്ന വെച്ചാൽ ലൂസായി ടൈറ്റുള്ളത് ടെമ്പറിൽ നിൽക്കും, ലൂസായത് ഇത് ആടിക്കളിക്കും, അത്രേ ഉള്ളൂ. എല്ലാം ടൈറ്റ് വെക്കും എന്തായാലും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ടൈറ്റ് വെക്കണം. ഞാൻ ടൈറ്റ് വെക്കട്ടെ, വേറെ പണിയൊന്നുമില്ല. ഈ സാധനം തിരിക്കുന്നുണ്ട്. ഇവിടെ നല്ല വെയിലാട്ടോ, എനിക്ക് ഫോണും പിടിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. ഇത് ടൈറ്റ് ചെയ്താൽ ലൂസ് ചെയ്തതെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ മുഴുവൻ ടൈറ്റ് വെക്കട്ടെ. അങ്ങനെ ചെയിനൊക്കെ ടൈറ്റ് വെച്ച് നമുക്ക് പോവാം. ഞാനേ ഈ സാധനം, ഈ ഗ്ലൗസിൻ്റെ കാര്യത്തിൽ തീരുമാനം കേട്ടോ. അത് ഞാൻ ഉപേക്ഷിച്ച് അത് കഴിഞ്ഞു. ഇനി എൻ്റെ അടുത്ത് വേറൊരു പേരും കൂടി ഉണ്ട്. ഇന്ന് പോർട്ടിൻ്റെ പുറത്ത് പോയപ്പോൾ വാങ്ങി, അത് യൂസ് ചെയ്യാൻ. ഇത് കുറച്ചധികം വാങ്ങി വെക്കണം തോന്നുന്നു, ഇത് പെട്ടെന്ന് നാശമാണ്. ഓക്കെ, എന്നാൽ ലെറ്റ്സ് ഗോ. ടയറും കൂടെ ചെക്ക് ചെയ്തേക്കാം. ഈ ടയർ എനിക്ക് പേടിയായിട്ട് അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അത് പൊട്ടിയ ആ ഭാഗത്തുള്ള എല്ലാം ചറവറാന്ന് പറഞ്ഞിട്ട് പൊട്ടും. ചൂടത്ത് തണുത്ത വെള്ളം അല്ലാണ്ട് കുടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. മറ്റേ വെള്ളം കുടിച്ചിട്ടൊന്നൊരു ഏക്കണില്ല ശരീരത്തിൽ, എന്തോ ഒരു ചൂട് കടത്തി വിടുന്ന പോലെ. ഇത് കുടിക്കുന്നത് എനിക്കറിയാം കുഴപ്പമാണെന്ന്, പക്ഷേ
ഇത് കുടിക്കുമ്പോൾ കുറച്ച് സമയം ഒരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട്. സമയം ഇപ്പം 2 മണിയായി. നല്ല പൊരിയണ വെയിൽ എന്നൊക്കെ പറഞ്ഞേ, പൊരിയണ വെയിലാട്ടോ. ഈ ഗ്ലാസ് ചൂടായിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് ചൂടടിച്ചോണ്ടിരിക്കുക. എവിടെയെങ്കിൽ സൈഡാക്കാന്ന് വിചാരിച്ച് എവിടെയും തണല് കെട്ടുന്നില്ല. എവിടെയെങ്കിൽ തണലിട്ട് ഞാൻ കുറച്ച് സമയം സൈഡാക്കാം കേട്ടോ. എനിക്ക് കണ്ണിലൊക്കെ ചൂട് കയറി ടെമ്പറേച്ചറൊക്കെ ആണ്. ഹലോ, ഞാൻ എൻ്റെ ഒരു ജിയോൻ്റെ പമ്പിൽ നിർത്തിയിട്ടോ ഇവിടെ. പിന്നെ എനിക്ക് കുളിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് തലക്കൊക്കെ എന്തൊക്കെയോ ഇത് വരണ പോലെ, തലയൊക്കെ എന്തോ പ്രഷർ കയറി പോകണ പോലെ. എനിക്ക് കുളിക്കണം. അപ്പോൾ ഇവിടെ ബാത്റൂമുണ്ട്, ഇവിടുന്ന് കുളിക്കുക. പക്ഷേ എൻ്റെ കയ്യിലുള്ള സോപ്പ് കഴിഞ്ഞു. ഇനിയിപ്പം അവരെവിടെയും കട നോക്കിയിട്ട് പോയിട്ട് സോപ്പ് വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ കുളിക്കട്ടെ. ഇവിടുന്ന് വാഷിംഗ് ഒക്കെ നടക്കുമെന്നറിയില്ല. വാഷിംഗ് നടന്നാലും നടന്നിട്ട് എനിക്ക് കുളിക്കണം. കുറച്ച് വെള്ളം പിടിച്ച് വെക്കാം. ഇവിടുന്ന് ഡീസൽ ഫില്ല് ചെയ്തിട്ട് പോവാം കേട്ടോ. ഇവിടെ കേട്ടോ, ഇവിടെ ഒരു കടയുള്ളേ. ഇതിൻ്റെ അടുത്തൊന്നും വേറെ കടയൊന്നുമില്ല, ഇവിടുന്ന് വാങ്ങാം. കുറേ നടന്നു കേട്ടോ. അങ്ങനെ 2-3 ദിവസത്തിന് ശേഷം, 2 ദിവസമാണോ 1-2 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും കുളിച്ചിരിക്കുകയാണ്. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ചെയിന് ടൈറ്റ് പിടിച്ചിട്ട് ഇവിടുന്ന് ഡീസൽ ഓടിച്ചിട്ട് ബാംഗ്ലൂരേക്ക് പോവാണ്. എപ്പോഴെത്തുമെന്നൊന്നും അറിയില്ല. ഇത് കുറച്ച് ഓവർലോഡാണ്. 40 ടണ്ണല്ല, 43 ടണ്ണിനടുത്ത് ഉണ്ട്. 40 ടണ്ണാണ് പാസിങ്. അപ്പോൾ എപ്പോഴാണ് ബാംഗ്ലൂരേക്ക് എൻ്റർ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതൊക്കെ വീഡിയോയിൽ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഇതൊന്ന് ടൈറ്റ് ചെയ്യണം. ലൂസായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം, ടൈറ്റ് ചെയ്യണം, ഡീസൽ അടിക്കണം, പോകണം. ഫുഡ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബിസ്ക്കറ്റ്, ബ്രെഡ്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. എനിക്ക് തലയിങ്ങനെ വേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പ്രശ്നം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ടൈറ്റ് ചെയ്ത് ഡീസൽ അടിച്ചിട്ട് പോവാം. 10,000 അടിച്ചു കേട്ടോ. 93.29 ഡീസൽ റേറ്റ്. ഹലോ, ഇപ്പം സമയം 8:30 ആയിട്ടോ. വൈകുന്നേരം രാത്രിക്ക് എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. വിശന്നിട്ട് തലവേദന എടുക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുക, കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ് ഉള്ളത്. എൻ്റെ ഭക്ഷണം കിട്ടുമെന്ന് അറിയില്ല, നോക്കാം. ഇനി 210 കിലോമീറ്റർ ഉണ്ട് ഡെസ്റ്റിനേഷനിലേക്ക്. ഞാനപ്പോൾ ഇന്നെന്താ ഓടിയേ? ഞാൻ ഇന്ന് ഫ്യൂൽ സ്റ്റേഷനിനകത്ത് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിരുന്നു. ഓടിയിട്ട് എന്താ എത്താത്തതാണ്. പോയി ഭക്ഷണം കഴിക്കട്ടെ. വെറൈറ്റി ആംബിയൻസ് ഒക്കെ കേട്ടോ. ഭക്ഷണം എങ്ങനെയുണ്ട് നോക്കാം. ദോശയും ചട്നി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. വിശക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സമയം ഇപ്പോൾ 10:10 ആയിട്ടോ. ഞാൻ ഭക്ഷണം കഴിച്ചു നോക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നു. പിടിച്ചേക്കാൻ പറ്റാത്ത ഉറക്കം. ഇപ്പോഴും ഉറക്കം ശരിയായെന്ന് വെച്ചാൽ ഉറക്കം ശരി, ഒരു തലവേദന ഉള്ള പോലെ ഉണ്ട് കേട്ടോ. എന്നാലും പോയേക്കാം. എന്ന് പറഞ്ഞ് ഒസൂര് പഠിക്കാം. ഒസൂരിൽ നിന്ന് കാണാനുള്ള കുറച്ചൊന്നും കിടന്ന് നടക്കാം, ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട്. സമയം ഇപ്പം 12:40 ഞാനിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് ഒസൂരേക്ക്. അവിടെ പോകുന്നതിന് മുന്നേ എനിക്ക് തോന്നണ ഒരു വലിയൊരു കയറ്റം കയറാനുണ്ട്. അതാണോ ഇതെന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന്. ഒരു നല്ലൊരു കയറ്റം കയറാനുണ്ട്, വണ്ടി പയ്യെ കയറി പോകണം.
അത് ഇപ്പം നല്ല ഡേഞ്ചർ ആയിട്ടുള്ള കയറ്റാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് ആക്സിഡന്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊരു കയറ്റം തന്നെയാണ് കേട്ടോ. Slow down speed.